പാഠം 753. അവസാനിക്കാത്ത ആലോചനകൾ. എനിക്കിത് കുറച്ച് നേരത്തെ ഇറങ്ങണം. പോകുന്ന വഴി പലചരക്കടയിലെ മാധവൻകുട്ടിയുടെ പുരയുടെ നോക്കണം. അതിന്റെ സ്കെച്ച് വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് മാധവൻകുട്ടി കുറെ ദിവസമായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാ ഇപ്പോഴും വിളിച്ചു. അതിനെന്താ മോഹനേട്ടാ, എന്റെ ഭാഗത്തുനിന്ന് ഒരു താമസമില്ല. കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഉച്ചയോടെ ചോറ്റുപാത്രത്തിലാക്കിയാൽ മാത്രം മതി. പിന്നെ ആകെ ബാക്കിയുള്ളത് മോഹനന്റെ ഷർട്ടും മുണ്ട് തേക്കാന്നുള്ളതാ. അതിനെനിക്കൊരു 5 മിനിറ്റ് മതി. എങ്കിൽ പിന്നെ ആദ്യം അതങ്ങ് ചെയ്യുന്നതിന് നല്ലത്. നിന്റെ ബാക്കി ജോലിയൊക്കെ ഞാൻ പോയി കഴിഞ്ഞ് ചെയ്താൽ മതിയല്ലോ. ഇനി അതിന്റെ കുറവുകൊണ്ട് മോഹനന്റെ വഴക്കുണ്ടാക്കണ്ട. ഷർട്ടും മുണ്ടും ഇപ്പൊ തന്നെ തേച്ചിടേണ്ട ബാക്കി കാര്യം പോരെ. എന്തിനാണ് എന്റെ പിന്നെ ഇറങ്ങി നടക്കണത്? ഷർട്ടും മുണ്ടും തേക്കാൻ എനിക്ക് അറിഞ്ഞൂടെ. അപ്പുറത്ത് പോയിട്ട് ആ പത്രത്തിലുള്ള ബാക്കിയോടെ ബാക്കി. അപ്പോഴേക്കും ഇത് റെഡി ആയിരിക്കും. പിന്നെ മോനടാ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. ഇന്നലെ പഞ്ചായത്ത് മെമ്പർ ശശികല ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊരു കേസ് ഏറ്റില്ലായിരുന്നോ? അതാകെപ്പാടെ നാണക്കേടാവുന്ന ലക്ഷണ. ഈ ശശികല ചേച്ചി പറഞ്ഞ പങ്കജാക്ഷൻ അവരുടെ പാർട്ടിയുടെ ഒരു അനുഭാവിയാ. അയാള് ഒരു ഓട്ടോ ഡ്രൈവറാ. തല്ലുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അയാളെ പിടിച്ചത്. പോലീസുകാര് വിരോധം കൊണ്ട് ചെയ്തതാണ്. പങ്കജാക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് ജാമ്യത്തിൽ ഇറക്കണമെന്ന് ശശികല ചേച്ചി പറഞ്ഞപ്പോ ഞാൻ വേറൊന്നും ആലോചിക്കാൻ പോയില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അപേക്ഷ കൊടുത്ത് ആളെ എങ്ങി ഇറക്കി. അത് കഴിഞ്ഞപ്പോഴല്ലേ മോഹനേട്ടാ സംഗതി പ്രശ്നമാണെന്ന് മനസ്സിലായത്. ഈ പങ്കജാക്ഷൻ എന്ന് പറയുന്നവൻ ഒരു റൗഡിയാണ്. അവൻ ചെന്നുപെടാത്ത കേസുകളൊന്നുമില്ല. തമ്മിത്തല്ല്, കള്ളു കുടിച്ച് ചീത്ത വിളിക്കല്, പാർട്ടിക്ക് വേണ്ടി ആളെ തല്ലല് തുടങ്ങി സകല വൃത്തികേടുകൾക്കും അവനുണ്ട്. ഇതൊന്നും അന്വേഷിക്കാതാണോ കേസായിട്ടെടുത്ത്? അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ശശികല ചേച്ചി നമ്മളെടുത്ത പഞ്ചായത്ത് മെമ്പർ അല്ലേ. അവരൊരാളുടെ കാര്യം പറയുമ്പോ ഇങ്ങനൊരു കുഴപ്പക്കാരനാണെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ കരുന്നില്ലല്ലോ. കഷ്ടം. എത്ര എളുപ്പത്തിൽ നീ കാര്യം പറഞ്ഞു കളഞ്ഞു. ഭാമേ, ഒരു ജോലി ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ തിരിച്ചും മറിച്ചും ആലോചിക്കണം. അത് കഴിഞ്ഞേ എടുത്ത് ചാടാവൂ. നിന്റെ ഈ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് നാണം കെടാൻ പോകുന്നത് ഞാനാ. നാട്ടിലെ സകല കള്ളന്മാരുടെയും റൗഡികളുടെയും കേസ് വാദിക്കുന്ന സത്യഭാമ വക്കീല് എന്റെ ഭാര്യയാണെന്ന് അറിയുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതും? കഷ്ടം. പറഞ്ഞിട്ട് പോയത് അത് കൊള്ളില്ലോ. ഞാനൊരു വക്കീലാണ്. ഒരു വക്കീലാകുമ്പോ പല കേസുകളും എനിക്ക് ബാധിക്കേണ്ടി വരും. അതിൽ വല്ല പ്രയാസമാണെങ്കിലേ മോഹനനെ ഡൈവോഴ്സ് ചെയ്തത്. പങ്കജാക്ഷന്റെ കേസ് വായിച്ച് തെറ്റായി പോയെന്ന് ഞാനല്ലല്ലോ, നീയല്ലേ പറഞ്ഞത്. പങ്കജാക്ഷന്റെ കയ്യിലൊരു പറയാമായിരുന്നെങ്കിൽ അയാളുടെ കേസ് ബാധിക്കില്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഞാനത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്നെ കുറ്റം പറഞ്ഞ് എനിക്ക് ഇഷ്ടമേ അല്ല. ഭാമേ, നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും പലവട്ടം ആലോചിക്കണം. ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി വിവരമുള്ള എന്നെ പോലെ അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ അബദ്ധങ്ങൾ പറ്റും. ഞാൻ കരുതിയോ പഞ്ചായത്ത് മെമ്പർ ശശികല എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എടുത്തു ചാടാൻ നീ അവരുടെ പാർട്ടിക്കാരിയൊന്നുമല്ലല്ലോ. ആലോചിക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കാതെ ഒന്നും ചെയ്യരുത്. ഭാമേ, ഇതൊക്കെ നീ എന്നെ കണ്ടുപഠിക്കണം. ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പും എന്തുമാത്രം ആലോചിക്കുന്ന നിനക്കറിയാമോ? സാറേ, ഉത്തമന. നമസ്കാരം സാറേ. നമസ്കാരം. എന്താ ഉത്തമ രാവിലെ? സാറാ കേശവൻകുട്ടിയുടെ സ്ഥലം നോക്കിയിട്ട് എന്തായി സാറേ? നമസ്കാരം. ആ സ്ഥലം വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു. എന്റെ അടുത്ത് കേശവൻകുട്ടി പറഞ്ഞു. എന്റെ സാറേ, നല്ല ബെസ്റ്റ് സ്ഥലമായിരുന്നു. അത് വിട്ടു കളഞ്ഞത് ഭയങ്കര മണ്ടത്തരമായി പോയി. ഉത്തമ, ഞാൻ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. ഞാൻ ചെയ്തൊരു കാര്യം മണ്ടത്തരമായിരുന്നോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വെറും 10ാം ക്ലാസ്സുകാരായ ഉത്തമനല്ല. അല്ല സാറേ, ഞാൻ പറഞ്ഞു വന്നതേ ഈ കേസ് പറയണ്ട. ഇന്നലെ രാവിലെ ഉത്തമൻ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, കേശവൻകുട്ടിയുടെ സ്ഥലം വിൽക്കാൻ പോവുകയാണ്, ന്യായമായ വിലക്ക് കിട്ടും സാറേ എന്ന്. അങ്ങനെ ഒരു സ്ഥലം വാങ്ങാൻ താല്പര്യമില്ലായിരുന്നിട്ടും ഉത്തമനും ഈ സ്ത്രീയും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇന്നലെ കേശവൻകുട്ടിയുടെ സ്ഥലം പോയി കണ്ടു. എങ്ങനെയുണ്ട് സാർ? എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ടൊന്നല്ല,
കേശവൻകുട്ടിക്ക് ഒരു സഹായമായിക്കോട്ടെ എന്ന് കരുതി ഈ 10 സെന്റ് സ്ഥലം വാങ്ങാൻ ഞാൻ തയ്യാറാ. ഒരുപാട് പേര് വരുന്നുണ്ട് സാർ, പക്ഷെ വില അങ്ങോട്ട് ഒക്കുന്നില്ല. എനിക്കാണെങ്കിൽ പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് വിറ്റേ പറ്റൂ. ഈ ഭൂമിയുടെ ആധാരത്തിന്റെ അസല് കേശവൻകുട്ടിയുടെ കയ്യിലുണ്ടല്ലോ? ഉണ്ട് സാർ. കരം കൃത്യമായി തീർത്തിട്ടുണ്ടല്ലോ? ഉണ്ട്. കരം തീർക്കുന്നതിൽ എന്തെങ്കിലും കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തീർത്തോളാം. കുടിശ്ശികയില്ല സാർ. സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ബാധ്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇന്ന് അപേക്ഷ കൊടുത്താൽ 2-3 ദിവസത്തിനകം കിട്ടും. അത് കണ്ട് ബാധ്യത ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ ഈ സ്ഥലം വാങ്ങൂ. അത് മതി സാർ. സ്ഥലത്തിന്റെ പേരിൽ ഒരു ബാധ്യതയില്ല. അപ്പൊ പിന്നെ നമുക്ക് വിലയെ പറ്റി സംസാരിക്കാം. കേശവൻകുട്ടി എന്ന് പറയുന്നു. അത് ഒരുപാട് വിലപേശല്ലെന്ന് എനിക്ക് താല്പര്യമില്ല. സാറിനെ പോലുള്ള ഒരാളോട് വിലപേശുന്നത് ശരിയല്ലല്ലോ. ഞാനൊരു 1,00,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 10 സെന്റിനും കൂടിയോ? അല്ല സാർ, 1 സെന്റ്. 1 സെന്റിന് 1,00,000 രൂപയോ? ഇത് എവിടത്തെ വിലയാണ്? അല്ല, ഈ ഭാഗത്ത് അത്രയും വിലയുണ്ട് സാർ. ഒരു വില്ലേജ് ഓഫീസറാണോ കേശവൻകുട്ടി വില പഠിപ്പിക്കുന്നത്? ഈ ഭാഗത്ത് ഭൂമിക്ക് എന്ത് വിലയുണ്ടെന്ന് എനിക്കറിയാം. 1 സെന്റിന് ഞാനൊരു 75,000 രൂപ തരും. 10 സെന്റിന് 7,00,000 രൂപ. അയ്യോ, അത് തീരെ കുറഞ്ഞു പോയി സാർ. ഈ ഭൂമിക്ക് ഞാൻ കണ്ട വില ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് ഒരൊറ്റ പൈസ ഞാൻ കൂടുതൽ തരില്ല. സെന്റിന് 75,000 രൂപയ്ക്ക് ഈ ഭൂമി വിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അല്ലേ സാർ, എനിക്ക് കൃത്യം 10 മണിക്ക് വില്ലേജ് ഓഫീസിലെത്തണം. ഒരു സെന്റിന് 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലല്ലോ ഉത്തമ. അത്രയ്ക്ക് കൂടുതലൊന്നുമില്ല സാറേ. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പൊ തന്നെ സെന്റിന് 1,00,000 രൂപ വിലയുണ്ട് എന്ന് ഉത്തമം പറഞ്ഞാൽ മതിയോ? ഒരു വില്ലേജ് ഓഫീസറായി എനിക്ക് ഈ നാട്ടിലെ ഭൂമിയുടെ വില കൃത്യമായി അറിയാം. എന്നെ പറ്റിക്കാമെന്ന് ഉത്തമനോ കേശവൻകുട്ടിയോ വിചാരിച്ചാൽ നടക്കില്ല. എന്തൊക്കെയാ മോഹനട്ടെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഭൂമി കേശവൻകുട്ടിയുടേതല്ലേ, അയാൾ അതിനൊരു വില പറയുന്നു. മോഹനേട്ടൻ അത് കേട്ടപാടെ പറ്റില്ല എന്ന് പറഞ്ഞു പോരുമായിരുന്നോ വേണ്ടിരുന്നത്? ഒന്നും കൂടി സംസാരിച്ചോളായിരുന്നു. എന്തിന് അങ്ങനെ ഒരുപാട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നല്ല കണ്ണായ സ്ഥലത്ത് ഒരു 10 സെന്റ് ഭൂമി എന്ന് പറഞ്ഞിട്ട് അത് ചെറിയ കാര്യമാണ് മോഹനേട്ടാ. ഒരു നല്ല സമ്പാദ്യമായിട്ട് അതവിടെ കിടക്കില്ലേ? ഒന്നും കൂടി ഒന്ന് കേശവനോട് സംസാരിച്ചു നോക്ക്. ഞാൻ പണം കൊടുത്താണ് ഭൂമി വാങ്ങുന്നത്. അപ്പൊ പിന്നെ എനിക്ക് കേശവൻകുട്ടിയുടെ കാല് പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ വിലയ്ക്കല്ലാതെ ആ ഭൂമി വാങ്ങുന്ന പ്രശ്നമില്ല. മോഹനേട്ടാ, എന്നാലും ഒന്നും കൂടി. എനിക്ക് നേരത്തെ പോകണമെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. നീ ഷർട്ട് മുണ്ട് തയ്ച്ചില്ലല്ലോ, പോയി തയ്ച്ചു നോക്കിയേ. ഭൂമി വാങ്ങുന്ന കാര്യം ഞാൻ മുത്തവനോട് തീരുമാനിച്ചോളാം. നല്ലത് നായിക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞാലോ ഇവിടുത്തെ കാര്യം. സാറേ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കേശവൻകുട്ടിയുടെ അടുത്ത് സംസാരിക്കാം. നിർബന്ധിച്ച് അവ ഒരു 85,000 രൂപയ്ക്ക് സമ്മതിക്കും. 75,000 ഞാൻ കൊടുക്കും. ബാക്കി ഉത്തമം കൊടുക്കുവോ? കൊടുക്കോ? കുഴപ്പമില്ല. എന്റെ കയ്യിൽ എവിടെ നിന്ന് സാറേ? അപ്പൊ പിന്നെ ഉത്തമ സ്ഥലം വിടാൻ നോക്ക്. 75,000 രൂപയിൽ ഒരു പൈസയും കൂടുതൽ കൊടുക്കില്ല. കഷ്ടം. ഇത് വക്കീല് പറഞ്ഞേരാ നല്ലത് നായിക്കറിഞ്ഞൂടാ. ഹലോ സാറേ, ഞാനാ കേശവൻകുട്ടി. ആ, കേശവൻകുട്ടി ഞാനൊന്ന് കാണാതിരിക്കായിരുന്നു. ഞാൻ കേശവൻകുട്ടിയുടെ സ്ഥലം വാങ്ങാൻ വന്നു എന്നുള്ള നേരാ. പക്ഷേ നമ്മൾ തമ്മിൽ വില പറഞ്ഞപ്പോൾ ചേർന്നില്ല. കേശവൻകുട്ടി പറഞ്ഞ വിലയ്ക്ക് തന്നെ കേശവൻകുട്ടിയുടെ ഭൂമി വാങ്ങണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇല്ല സാർ. ആ, പിന്നെ എന്തിനാണ് കേശവൻകുട്ടി നാട്ടുകാരുടെ മുഴുവൻ ഞാൻ വില കുറച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല സാർ. പറഞ്ഞല്ലോ. ഉത്തമനിവിടെ നിന്ന് ഈ കാര്യം പറഞ്ഞല്ലോ എന്നോട്. സാർ, ഉത്തമൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സാർ. സാർ, പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. എന്താ? സാർ പറഞ്ഞ വിലയ്ക്ക് ആ ഭൂമി വിൽക്കാൻ ഞാൻ തയ്യാറാണ്. എന്താ? സാർ, 75,000 75,000. എനിക്ക് പൈസ കിട്ടിയിട്ട് അത്യാവശ്യമുണ്ട് സാർ. ആ വിലയ്ക്ക് ഞാൻ ഭൂമി സാറിന് തന്നേക്കാം. സാറിന് താല്പര്യമാണെങ്കിൽ ഇന്ന് തന്നെ അഗ്രിമെന്റ് എഴുതാം. എനിക്ക് താല്പര്യമാണെന്ന് ഇരിക്കട്ടെ. ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് കേശവൻകുട്ടി വിളിക്കാം. സാറേ, ഇനി എന്താ സാറേ ആലോചിക്കാനുള്ളത്? ആലോചിക്കാൻ പല കാര്യങ്ങളുണ്ടല്ലോ. സാർ, പെട്ടെന്ന് വേണം. സാറ് ഒരു 15 മിനിറ്റിനുള്ളിൽ വിളിക്കുമല്ലോ? വിളിക്കും. ഓ,
ശരി സാർ. ഭാമേ, ഭാമേ, കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? കേശവൻകുട്ടിയുടെ സ്ഥലം വാങ്ങാൻ പറ്റാത്തത് എന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് എന്ന്, അല്ലേ? ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഭാമേ, കേശവൻകുട്ടി 1,00,000 രൂപ ഒരു സെന്റിന് ചോദിച്ച ഉടനെ ഞാനതെടുത്ത് കൊടുക്കണമായിരുന്നു എന്നാണോ നീ പറയുന്നത്? എന്നാണോ മോനേട്ടൻ പറഞ്ഞത്? മോഹനേട്ടൻ പറഞ്ഞ 75,000 രൂപ തീരെ കുറഞ്ഞു പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞു? നിന്നെയും ഉത്തമനെയും പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുടനെ എടുത്തു ചാടി അത് ചെയ്യുന്നതല്ല എന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞ 75,000 രൂപ തികച്ചും ന്യായമായിരുന്നു. എന്ന് മോഹനേട്ടൻ മാത്രം പറഞ്ഞാൽ മതിയോ? അത് തോന്നേണ്ടത് കേശവൻകുട്ടിക്കല്ലേ? കേശവൻകുട്ടിക്ക് അത് തോന്നി. ഇപ്പൊ വിളിച്ചത് കേശവൻകുട്ടിയാണ്. സെന്റിന് 75,000 രൂപ പ്രകാരം ആ ഭൂമി എനിക്ക് വിൽക്കാൻ തയ്യാറാണെന്ന് കേശവൻകുട്ടി പറഞ്ഞു. സത്യം? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഒരു കാര്യവും എടുത്തിയാട് തീരുമാനിക്കണം. വളരെയധികം ആലോചിച്ചും ചർച്ച ചെയ്തും വേണം ഒരു കാര്യം തീരുമാനിക്കാൻ. കേശവൻകുട്ടി പറഞ്ഞ പാടെ 1,00,000 രൂപയ്ക്ക് ഞാൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ സെന്റിന് 25,000 രൂപ പ്രകാരം 2,50,000 രൂപ എനിക്ക് നഷ്ടമാണ്. എന്തായാലും എന്റെ മോനോടെ ഞാൻ സമ്മതിച്ചു. ആ ഭൂമി നമുക്ക് വാങ്ങാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇനി കേശവൻകുട്ടി വില കൂട്ടുന്നതിന് മുന്നേ പെട്ടെന്ന് എഗ്രിമെന്റ് എഴുതിക്കോ. ഇന്ന് തന്നെ ഞാൻ എഗ്രിമെന്റ് എഴുതിയിരിക്കും. 15 മിനിറ്റിൽ വിളിച്ചു പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ എന്തിനാണ് ഒരു 15 മിനിറ്റ്? ഇപ്പൊ തന്നെ അങ്ങ് വിളിക്ക്. എന്താ വിളിക്കുന്നില്ലേ? ഇതില് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ ഭാമേ. എന്ത് കള്ളത്തരം? കേശവൻകുട്ടി ഈ സ്ഥലത്തിന്റെ വില പെട്ടെന്ന് കുറയ്ക്കുന്നു. ഇന്ന് തന്നെ എഗ്രിമെന്റ് എഴുതാന്നും പറയുന്നു. അതിലെന്തോ കള്ളത്തരമില്ലേ? ഇങ്ങനെ എല്ലാത്തിനും സംശയിക്കല്ലേ. അതൊരു കള്ളത്തരം ഉണ്ടാവില്ല. ഭാമേ, ഇത് 1-2 രൂപയുടെ ഇടപാടല്ല, 7,50,000 രൂപയുടെ ഇടപാടാ. ഒന്നുകൂടി ശരിക്കും അന്വേഷിച്ചേ പറ്റൂ. എങ്ങനെ? വഴിയുണ്ട്. അയ്യോ മോനേട്ടാ, എന്തേ മോണു? കേശവൻകുട്ടി വിളിച്ച കാര്യങ്ങൾ ചോദിക്കണമല്ലോ. എന്ത് കാര്യം? ഭാമേ, കുറച്ചു മുൻപേ ഞാൻ പറഞ്ഞു തന്നതാണ് എന്ത് ചെയ്യുമ്പോഴും പലവട്ടം ആലോചിക്കണമെന്ന്. പഞ്ചായത്ത് മെമ്പർ ശശികലയുടെ വാക്ക് കേട്ട് നീ പങ്കജാക്ഷന്റെ കേസ് വാദിക്കാൻ പോയ പോലൊരു അബദ്ധം എനിക്ക് വരാൻ പാടില്ലല്ലോ. മോഹനേട്ടൻ ഇപ്പൊ കേശവൻകുട്ടി വിളിച്ച് എന്താണ് ചോദിക്കാൻ പോണത്? ആധാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ തരണമല്ലോ. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കേശവൻകുട്ടി അത് സമ്മതിച്ചു തരുമോ മോനേട്ടാ? വിളിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനത്തിന് ദോഷം വിളിക്കാൻ വെച്ചിരിക്കുന്ന ആള് തന്നെ പറയൂ. എങ്കിൽ എനിക്ക് വേറെ വഴികൾ അറിയാം. എന്തുവഴി? അതൊക്കെ ഉണ്ട്. കേശവൻകുട്ടിക്ക് ആ ഭൂമി കിട്ടിയത് എങ്ങനെയാണ് എന്നും ആ ഭൂമിയിൽ മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. അതുപോലെ ആ ഭൂമിയിൽ കേശവൻകുട്ടി എന്തെങ്കിലും ബാധ്യത വരുത്തിച്ചിട്ടുണ്ടോ എന്നും. അതെങ്ങനെ അറിയാൻ പറ്റും? ഭാമേ, മോഹനൻ സാർ വിചാരിച്ചാൽ എന്ത് നടക്കും? ഹലോ ഉത്തമ, മോഹനൻ സാറാ. എന്താ സാറേ? ഈ കേശവൻകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് ഉത്തമൻ ശരിക്കും അറിയാമോ? കേശവൻകുട്ടിയുടെ? നമ്മൾ ആ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, കേശവൻകുട്ടിയുടെ. ഓ, കേശവൻകുട്ടിയുടെ വീട്ടുകാരെ എനിക്കറിയാം സാറേ. എന്ത് സാറേ? കേശവൻകുട്ടിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണല്ലോ അത്. അതിൽ നമ്മൾ അറിയാത്ത അവകാശികൾ ആരെങ്കിലും ഉണ്ടോ? നമ്മളറിയാത്ത അവകാശി കാണൂല സാറേ. കാണൂലായിരിക്കും സാറേ എന്ന് പറഞ്ഞാൽ പോരാ, കാര്യം തീർത്ത് പറയണം. ഇല്ലെന്നാണ് തോന്നുന്നത്. സാറെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? കാര്യമുണ്ട്. ഞാൻ ചോദിച്ച കാര്യം കൃത്യമായി അന്വേഷിച്ച ശേഷം 15 മിനിറ്റകം ഉത്തമൻ ഇങ്ങോട്ട് വിളിക്കണം. മനസ്സിലായല്ലോ? ഓ ശരി സാറേ. ആ സ്വത്തിൽ മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ, ആർക്കെങ്കിലും നമ്മളറിയാതെ കേശവൻകുട്ടി ആ സ്വത്ത് പണയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം. ഓ അന്വേഷിക്കാം സാറേ.
ഇനി എന്തേ പോണു? അന്വേഷിക്കാൻ ഇനിയും പല വഴികളുണ്ട്. എല്ലാ വഴികളും അന്വേഷിക്കണം. നീ പങ്കജാക്ഷന്റെ കേസ് വായിച്ച പോലെ ആവാൻ പാടില്ലല്ലോ. കുറെ പ്രാവശ്യമായല്ലോ മോനിട്ട് ഈ പങ്കജാക്ഷന്റെ കേസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു അബദ്ധം പറ്റിയ കാര്യം ഞാൻ സമ്മതിച്ചാണ് ഇപ്പൊ പ്രശ്നമായത്. അതാരാ? പോയി നോക്കിയാലോ അറിയാൻ പറ്റൂ. നമസ്കാരം സർ. നമസ്കാരം. എന്താ സുധാകര? എന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം അതൊന്ന് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു സർ. അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഓരോന്ന് എടുത്തു തരാൻ ഞാൻ പെട്ടിക്കട നടത്തുകയല്ല. വില്ലേജ് ഓഫീസിൽ ഓരോ കാര്യങ്ങൾ നടത്താൻ അതിൻ്റെതായ സമയമെടുക്കും. മനസ്സിലായോ? മനസ്സിലായി സർ. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് തരുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ നിന്നല്ല. മേലിൽ ഓഫീസ് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ വന്ന് എന്നെ ശല്യപ്പെടുത്തരുത്. ഓ ശരി സർ. ഓക്കോ? ആ സുധാകരന് നമ്മുടെ കേശവൻകുട്ടിയുടെ വലിയ അടുപ്പമല്ലേ? അതെ സർ. ആ ഈ കേശവൻകുട്ടി ഒരു 10 സെന്റ് സ്ഥലം വിൽക്കാൻ പോവുകയാണല്ലോ. അതിന്റെ ആധാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് സുധാകരൻ അറിയാമോ? ആധാരത്തിലെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി ചോദിക്കണം സാറേ. ഞാനൊരു വഴി പോക്കൻ വരട്ടെ സാറേ. എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. നാട്ടുകാരെല്ലാം സുധാകരനെ പോലെ ആയാൽ വില്ലേജ് ഓഫീസർ ഓരോ അറിയും. ഹലോ. ആ സാറേ, ഉത്തമനാണേ. ആ എന്തായി പറഞ്ഞോളൂ. സാറ് പറഞ്ഞതെല്ലാം അന്വേഷിച്ചു. ഒന്നാമത് ആധാരത്തിലെ കാര്യം. ആ ഭൂമി കേശവൻകുട്ടിയുടെ അച്ഛൻ്റെതായിരുന്നു. പക്ഷെ അത് കേശവൻകുട്ടിക്ക് വിൽപ്പത്ര പ്രകാരമോ ഭാഗ ഉടമ്പടി പ്രകാരമോ കിട്ടിയതല്ല. കേശവൻകുട്ടിയുടെ അച്ഛൻ കേശവൻകുട്ടിക്ക് ഇഷ്ടദാനമായി കൊടുത്താണ്. അതുകൊണ്ട് ആ സ്വത്തിൽ വേറെ ആർക്കും ഒരു തരത്തിൽ അവകാശം വരൂല. ശരി. കേശവൻകുട്ടി ഈ ഭൂമി ആർക്കെങ്കിലും പണയപ്പെടുത്തി പണം വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് സാറേ, സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആഹാ. അതുകൊണ്ട് തന്നെ ബാധ്യത സർട്ടിഫിക്കറ്റിൽ ഒരു ബാധ്യത ഉണ്ടാവൂല. ഞാൻ സബ് രജിസ്ട്രാർ പൗലോ സാറിനെ വിളിച്ച് ചോദിച്ചറിഞ്ഞ കാര്യമാ. അപ്പൊ ആ ഭൂമി ആവുന്നോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല? ഒരു പ്രശ്നമല്ല സാറേ. എന്ത് സാറേ, വില കൂടുതൽ കൊടുത്ത് ആ ഭൂമി വാങ്ങാൻ സാർ തീരുമാനിച്ച? മോഹനേഷ് സാർ പറഞ്ഞതിൽ 1 രൂപ പോലും കൂടുതൽ കൊടുക്കില്ല. ഞാൻ ആരാണെന്ന് ഉത്തമനും അറിയില്ല, ഈ നിൽക്കുന്ന ഭാമയ്ക്കും അറിയില്ല. ആ കേശവൻ കൂട്ടി വിളിച്ച് കച്ചവടം ഉറപ്പിച്ച് ഞാൻ ഉത്തമനെ തിരിച്ചു വിളിക്കാം. ഓ ശരി ശരി ശരി. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം. അല്ലാതെ പഞ്ചായത്ത് മെമ്പർ ശശികല വന്ന് പറഞ്ഞ പാടെ നീ കേസ് എന്ന് പറഞ്ഞെടുത്ത് ആടിയതുപോലല്ല. പറയുമല്ലോ. ഞാൻ കേശവൻകുട്ടിയുടെ സ്ഥലം നോക്കാൻ പോയ സമയത്ത് കേശവൻകുട്ടി പറഞ്ഞ എത്രയാ? 1 ലക്ഷം രൂപ. എനിക്ക് വേണമെങ്കിൽ അത് സമ്മതിക്കാമായിരുന്നു. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും അത് സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഞാൻ എന്താ ചെയ്തത്? പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. ഒടുവിൽ ഇന്ന് കേശവൻകുട്ടി ഇങ്ങോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞ വില സമ്മതിച്ചു. അപ്പോഴും ഞാൻ ചാടിക്കേറി വാക്ക് പറഞ്ഞില്ല. കാരണം ഭൂമിയുടെ ആധാരത്തിലോ മറ്റോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിക്കണമായിരുന്നു. വളരെയധികം ആലോചിച്ച് ബുദ്ധിപൂർവ്വം മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യൂ. ഭാമേ, ഇങ്ങനെയാണ് ഓരോന്ന് ചെയ്യേണ്ടത്. അല്ലാതെ പങ്കജാക്ഷന്റെ കേസേറ്റതുപോലെ അല്ല. ഹലോ. ആ കേശവൻകുട്ടി, ഞാനാ മോഹനകൃഷ്ണൻ സാറ്. ആ പറയൂ സാറേ. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിലയ്ക്ക് കേശവൻകുട്ടിയുടെ സ്ഥലം വാങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓ സാറേ, അത് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ കേശവൻകുട്ടി വീട്ടിലേക്ക് വരാം. അവിടെ വെച്ച് നമുക്കൊരു കരാർ എഴുതി ഉണ്ടാക്കാം. ഉച്ച ഊണിന് കൃത്യം 40 മിനിറ്റാണ് എനിക്ക് ആകെ ഉള്ളത്. സാറേ, സ്ഥലം ഞാൻ യോഗന കോൺട്രാക്ടർക്ക് വിറ്റു. വിറ്റോ? അതെ സാർ. സാറ് പറഞ്ഞ 75,000 രൂപ തന്നെയാ യോഗന കോൺട്രാക്ടറും പറഞ്ഞത്. അപ്പം സാറല്ലേ ആ വില ആദ്യം പറഞ്ഞത്. സാറിനോട് ചോദിച്ചിട്ട് വിൽക്കാമെന്ന്. വിളിച്ചപ്പോ സാറ് പറഞ്ഞു ആലോചിക്കണമെന്ന്. സാറേ, അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ 15 മിനിറ്റിനുള്ളിൽ പറയണമെന്ന്.
സാറ് വിളിക്കാൻ വൈകി. ഞാൻ യോഗന്നാൻ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്നും അഡ്വാൻസും വാങ്ങിച്ചു. അതോട് ന്യായം. ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്ഥലം ഞാൻ എനിക്കിഷ്ടമുള്ളവർക്ക് വിളിക്കും. അതിന് സാറിനെന്താ കാര്യം? ചുമ്മാ പേടിപ്പിക്കാതെ പോ സാറേ. കേശവൻകുട്ടി, എന്നൊന്ന് പറ. കേശവൻകുട്ടി ആ സ്ഥലം യോഗന്നാൻ കോൺട്രാക്ടർ വിറ്റു. എന്താ വിറ്റു. ഞാൻ വിളിക്കാൻ താമസിച്ചുകൊണ്ട് യോഗന്നാൻ കോൺട്രാക്ടറിന് അഡ്വാൻസ് വാങ്ങിച്ചു. യോഗന്നാൻ കോൺട്രാക്ടർ പൈസ കൊണ്ടോടെ കാത്തിരിക്കായിരുന്നു. ഇതാണോ മോഹനേട്ടൻ ഓരോ കാര്യവും ആലോചിച്ച് സമയമെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞത്? മോഹനേട്ടൻ പറഞ്ഞ വിലക്ക് തലകി വെച്ചതുപോലെ ആ ഭൂമി ഇങ്ങോട്ട് കൊണ്ടു തന്നല്ലേ കേശവൻകുട്ടി? അപ്പൊ മോഹനേട്ടൻ ഉടുക്കത്തെ സംശയം അതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ഇപ്പോഴെന്തായി? കൊറേ നേരം ആയല്ലോ പങ്കജാക്ഷന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കുന്നു. അതെ, ആ കേസ് വാസിൽ എനിക്ക് ഫീസ് കിട്ടി. മോഹനേട്ടൻ ഈ കച്ചവടത്തിൽ എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. മനുഷ്യ ജീവിതത്തിൽ ആലോചനയ്ക്ക് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് മോഹനേട്ടൻ പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും കരുതിയില്ല. ഇത്രയും ആലോചിച്ചാ മതിയോ? കുറച്ചുകൂടെ ആലോചിക്കണ്ടേ? അതെ, 1000 വട്ടം ആലോചിച്ചെടുക്കുന്ന തീരുമാനവും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നിരിക്കെ ആവശ്യത്തിൽ കൂടുതൽ ആലോചിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് കവിവാക്യം. മോഹനകൃഷ്ണന്റെ സംശയ കൂടുതലും ആലോചന കൂടുതലും കൊണ്ട് ഒരു കച്ചവടം ചീറ്റിപ്പോയതിൽ സഹതപിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.